CPM ജില്ലാ സെക്രട്ടറിയുടെ അഭിപ്രായവും തള്ളി യു പ്രതിഭ MLA. മാധ്യമപ്രവർത്തകർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് MLAയുടെ പ്രതികരണം. പരാമർശിച്ചത് ചില മാധ്യമപ്രവർത്തകരെ ഉദ്ദേശിച്ച് മാത്രമാണെന്നും ആ നിലപാടിൽ മാറ്റമില്ലെന്നുമാണ് വിശദീകരണം. പ്രതിഭ നിലപാട് തിരുത്തണമെന്നും ജനപ്രതിനിധിക്ക് ചേർന്ന വാക്കുകളല്ല പ്രയോഗിച്ചതെന്നും ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞിരുന്നു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, പാർട്ടി തന്നെ തിരുത്തിയിട്ടും നിലപാട് മാറ്റാൻ തയ്യാറല്ല MLA എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവരുടെ വിശദീകരണം? തീർച്ചയായും ഇന്ന് രാവിലെ പാർട്ടി CPM ജില്ലാ സെക്രട്ടറി R. നാസർ അടക്കം പ്രതിഭ ഉന്നയിച്ച വാദങ്ങൾ ശരിയല്ലെന്നും അത്തരം രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു. മാത്രമല്ല, നവമാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം പ്രചരണം അവസാനിപ്പിക്കണമെന്ന ജില്ലാ സെക്രട്ടറി തന്നെ വിളിച്ച് താക്കീത് നൽകുന്ന ഒരു സാഹചര്യവും MLAക്ക് താക്കീത് നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ മറികടന്നാണ് അല്പം മുമ്പ് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ, അതായത് തന്നെ വലിയ തോതിൽ മാധ്യമങ്ങൾ വേട്ടയാടുകയാണെന്നും എന്നാൽ അത്തരത്തിലുള്ള ചില മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് താൻ ഇത്തരത്തിൽ ശരീരം വിറ്റ് ജീവിക്കേണ്ടതാണ് നല്ലത് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം ഉന്നയിച്ചതെന്ന് എന്നാണ് അവർ പറയുന്നത്. അതേ നിലപാടിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത് ചില മാധ്യമ പ്രവർത്തകരെയാണ്. ആ മാധ്യമ പ്രവർത്തകരോടുള്ള നിലപാടിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് തന്നെയാണ് പ്രതിഭയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തമാക്കുന്നത്. ശരണ്യ, തുടരുക. ഇപ്പോൾ ദ ന്യൂസ് മിനിറ്റ് എഡിറ്റർ ധന്യ രാജേന്ദ്രൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ധന്യ രാജേന്ദ്രൻ, മാധ്യമപ്രവർത്തകർക്കെതിരെ പറഞ്ഞ നിലപാട് പാർട്ടി തന്നെ തള്ളി. അതിൽ വിശദീകരണം തേടിയിട്ടും പ്രതിഭ MLA നിലപാട് മാറ്റിയിട്ടില്ല. ചില മാധ്യമപ്രവർത്തകരെയാണ് താൻ ഉദ്ദേശിച്ചതെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുമാണ് അവർ പറയുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? നോക്കൂ, എനിക്ക് ഇതിന്റെ പുറകിലുള്ള പോളിറ്റിക്സ്, അതായത് ഞാൻ ആ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ കണ്ടു. അവർ പറഞ്ഞു എന്തോ ഒരു DYFയെ കുറിച്ച് റിപ്പോർട്ട് കേരള മീഡിയയിൽ ഉണ്ടായിരുന്നു. അതിന്റെ റിയാക്ഷൻ ആയിട്ടാണ് അവർ ഈ വീഡിയോ ഇട്ടത്. എനിക്ക് ആ പൊളിറ്റിക്സ് അറിയില്ല. പക്ഷെ ാണ് ഒന്ന്, അവർ രണ്ട് പ്രൊഫഷൻസിനെയാണ് തരം താഴ്ത്താൻ ശ്രമിക്കുന്നത്. ഒന്ന് സെക്സ് വർക്ക്, പിന്നെ ഒന്ന് ജേർണലിസം. അവരത് രണ്ട് പ്രാവശ്യം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പൊതുവെ ഇത് നമ്മുടെ ഡിസ്കോഴ്സ് നിലവാരം കുറഞ്ഞു വരികയാണ്. ഇവരെ സിംഗിൾ ഔട്ട് ചെയ്തൊരു പൊളിറ്റീഷ്യൻ മാത്രം. ഞാൻ എത്രയോ പ്രാവശ്യം തമിഴ്നാട്ടിൽ ഈയിടെ ഒരു DMK പൊളിറ്റീഷ്യൻ ഇതേപോലെ ഒരു കമന്റ് പറയുകയുണ്ടായി. ഇന്ന് ഞാനിപ്പോ ഇവരുടെ വീഡിയോ കണ്ടു. ജനറലി ജേർണലിസ്റ്റുകൾക്കെതിരെയുള്ള നമ്മുടെ സൊസൈറ്റിയിലെ ഡിസ്കോഴ്സ് വളരെ നിലവാരം കുറഞ്ഞതാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ പ്രതിഭ എന്ന MLA അപ്ലോഡ് ചെയ്തൊരു വീഡിയോ. അവർക്ക് 1000 പ്രശ്നങ്ങൾ ഉണ്ടാവാം അവരുടെ പേഴ്സണൽ ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും, അല്ലെങ്കിൽ അവർക്കെതിരെ ആരെങ്കിലും ഒരു സ്ലാൻഡർ ക്യാമ്പയിൻ തുടങ്ങിയതായിരിക്കാം. അതിന്റെ എല്ലാം ഒരു വിഷമത്തിലായിരിക്കാം അവർ വീഡിയോ ഇട്ടത്. ബട്ട് ദാറ്റ് സ്റ്റിൽ ഡസ് നോട്ട് ജസ്റ്റിഫൈ വാട്ട് ഷീ സെഡ്. അപ്പോ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പൊ എത്രയോ കാലമായി നമ്മൾ എല്ലാ ജേർണലിസ്റ്റുകളും ഇപ്പൊ സോഷ്യൽ മീഡിയയിലായാലും അല്ലാതായാലും ഈ പ്രസ്റ്റിറ്റ്യൂട്ട് എന്നൊരു വിളി, അതായത് പ്രോസ്റ്റിറ്റ്യൂട്ടിനെ മാറ്റി പ്രസ്റ്റിറ്റ്യൂട്ട് എന്നൊരു വിളി, ഇത് രണ്ട് പ്രൊഫഷൻസിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. പ്രത്യേകിച്ച് ഒരു വുമൺ MLA, ഒരു യങ് MLA എന്ന നിലയ്ക്ക് ഇങ്ങനെ അവർ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഇൻഫാക്ട് ഒരു അപ്പോളജി മാത്രം തന്നാൽ മതിയായിരുന്നു. പക്ഷെ അപ്പോളജിയിൽ ഞാൻ ചിലരെ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞത് എനിക്കൊന്ന് വീണ്ടും മണ്ടത്തരാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീമതി ധന്യ രാജേന്ദ്രൻ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ NJ നായർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ NJ നായർ, പാർട്ടി വിശദീകരണം ചോദിച്ചതിന് ശേഷവും നിലപാടിൽ മാറ്റമില്ല MLAക്ക്. താൻ ചില മാധ്യമപ്രവർത്തകരെ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർ പറയുന്നു. അങ്ങനെ ചില മാധ്യമപ്രവർത്തകരിലേക്ക് ചുരുങ്ങിയാൽ തീരുന്നതാണോ ആ വാക്കുകളിലെ അധാർമികതയും മറ്റും സ്ത്രീവിരുദ്ധതയും മറ്റും? പ്രകടനമാണ്, അഭിപ്രായ പ്രകടനമാണെന്ന് പറയാനേ കഴിയില്ല. ഇത് വളരെ ആലോചിച്ചുറച്ച് വളരെ ശ്രദ്ധിച്ച് കൃത്യതയോടുകൂടി പറഞ്ഞ ഒരു അഭിപ്രായമാണ്. പ്രത്യേകിച്ചൊരു കാര്യം ഓർക്കാനുള്ളത്, ഇന്ന് ലോകമെമ്പാടും ഒരു വലിയ വിഷയത്തെ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ തന്നെ സർക്കാരും ബാക്കിയുള്ളവരുമെല്ലാം വളരെ ത്യാഗോജ്വലമായ രീതിയിൽ പ്രവർത്തിക്കുകയും സ്വന്തം ജീവൻ പോലും തണവൽഗണിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെല്ലാവരും പൊതുരംഗത്ത് നിൽക്കുമ്പോൾ സ്വന്തം വീട്ടിന്റെ കോഫിനത്തിൽ ഒതുങ്ങിയിരുന്നു കൊണ്ട് ആരെങ്കിലും ഇത്തരം രീതിയിൽ അഭിപ്രായ പ്രകടനം, മ്ലേച്ഛമായ രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ ഈ ജനപ്രതിനിധിക്കെന്നല്ല ഒരുത്തർക്കും സ്വാതന്ത്ര്യമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി ആഡിങ് ഇഞ്ചുറി ടു ഇൻസൾട്ട് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ചിലരെയല്ല മറ്റു ചിലരെയാണ്, എല്ലാവരെയുമല്ല മറ്റു ചിലരെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ
അവര് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് വിധേയരാകാൻ യോഗ്യരാണെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇതിനെല്ലാം ഉപരിയായി ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധി വളരെ ജാഗ്രതയോടുകൂടി മാത്രം സംസാരിക്കുമെന്നും പ്രതികരിക്കുമെന്നും പൊതുയിടങ്ങളിൽ പെരുമാറുമെന്നും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി ഇത്തരത്തിൽ വളരെ ബോധപൂർവം പ്രതികരിച്ചത് ഒരിക്കലും മാപ്പർഹിക്കാത്തൊരു തെറ്റാണ്. ഒപ്പം തന്നെ പല CPM-ന്റെയും മറ്റും സർക്കാരിന്റെയും ഒക്കെ പല പ്രവർത്തനങ്ങളുടെയും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. നവോത്ഥാന സന്ദേശങ്ങൾ നൽകി മുന്നിൽ നിന്ന ഒരു MLA കൂടിയാണ്. അവരുടെ ഭാഗത്തു നിന്നുമാണ് സ്ത്രീ വിരുദ്ധമായ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഈ വാക്കുകൾ വരുന്നത്. അത് ഏതെങ്കിലും ഒരു വികാര വിക്ഷോഭമോ ഒന്നുമല്ല. അത് തിരുത്തില്ല എന്ന് പറയുന്നത് കൂടുതൽ നടപടികൾ വേണ്ടുന്ന, അങ്ങനെ ഒരു ഇടപെടൽ വേണ്ടുന്ന വിഷയമായി അതിനെ മാറ്റുന്നില്ലേ? തീർച്ചയായും. കാരണം ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലെ പ്രവർത്തകരെ ഒരു വൈറസ് ആണെന്ന് പറയും. അവരെ പിടിച്ചു വെക്കാൻ വാവ സുരേഷിനെ പോലെ ഒരാളെ കൊണ്ടുവരണമെന്ന് പറയുന്നവരുടെ ആറ്റിറ്റ്യൂഡിലുള്ള പ്രശ്നമാണ്, പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്. ഇതൊരു പാർട്ടിയുടെയോ ഒരു രാഷ്ട്രീയത്തിന്റെയോ ഒരു പ്രശ്നമൊന്നുമല്ല. ഇതൊരു വ്യക്തിപരമായ ആറ്റിറ്റ്യൂഡാണ്. എല്ലാ വിഷയങ്ങളോടുമുള്ള ഒരു വളരെ ധിക്കാരപരമായ ഒരു സമീപനമാണ്. സ്ത്രീ വിരുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ തന്നെ ഇത്രയും വലിയ വിരുദ്ധമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ പിന്നെ പുരുഷന്മാരെ കുറിച്ച് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറിച്ച് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? പൊതുപ്രവർത്തകരെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമുള്ള കേരളത്തിൽ മാധ്യമപ്രവർത്തകര് എല്ലാവരും പൊതുപ്രവർത്തകരെ ബഹുമാനിക്കുകയും അവരുടെ വാക്കിനും അവരുടെ പ്രവൃത്തിക്കും അംഗീകാരം നൽകുകയും തെറ്റായും ശരിയായും ചൂണ്ടിക്കാണിക്കാനും അത് പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്ന അവരുടെ കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ അവരെ ഈ തരത്തിൽ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നതിൽ അവരുടെ പാർട്ടി ഇപ്പൊ തന്നെ നിലപാട് എടുത്തു കഴിഞ്ഞു. ഇതിൽ ഇനിയും ശക്തമായ നിലപാട് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെന്നാൽ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒരു ജനപ്രതിനിധിക്ക് ഒരിക്കലും ചേരാത്ത വാക്കും പ്രവൃത്തിയുമാണിത്. ശരി, വളരെ നന്ദി ശ്രീ NJ നായർ ഞങ്ങളോട് സഹകരിച്ചതിന്. VV രാജേഷ് കൂടി ചേരുന്നു, BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്. ശ്രീ VV രാജേഷ്, പ്രതിഭ MLA താൻ മാധ്യമപ്രവർത്തകർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിച്ചിരിക്കുകയാണ്. പാർട്ടി വിശദീകരണം തേടിയതിനു ശേഷവുമാണ് MLA ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും ആ പരാമർശങ്ങളോട് ഒരിക്കലും തന്നെ ആർക്കും യോജിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പരാമർശങ്ങളല്ല വന്നിട്ടുള്ളത് എന്നുള്ള എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ അതേക്കാൾ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനൊരു പരാമർശം വരാനിടയായ സാഹചര്യമാണ്. CPM-നുള്ളിൽ നടന്നിട്ടുള്ള അവരുടെ ആന്തരിക പ്രശ്നത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ പരാമർശത്തിലേക്ക് വരും കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്തരത്തിൽ സമൂഹത്തെ ബാധിക്കാതെ, സമൂഹത്തിൽ മാന്യമായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഉള്ളവരെ ബാധിക്കുന്ന തരത്തിലേക്ക് CPM-ന്റെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഉണ്ടായതല്ല. മാത്രവുമല്ല, ഇത് ഇത്രത്തോളം സമൂഹത്തെ വരെ പുച്ഛിക്കുന്ന തരത്തിൽ ഇത് വഷളാകാതെ അതിനെ നിയന്ത്രിക്കുവാനോ അതിനെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുവാനോ CPM-ന്റെ സംഘടനാ മെഷീനറി അതിനുപോലും ശേഷിയില്ലാത്ത സ്ഥലത്തിൽ തളർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ച അവരുടെ പോഷക സംഘടനയുടെ പ്രവർത്തകരെ അവർ വൈറസ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് പരാമർശിക്കുന്നുവെങ്കിൽ എന്തുമാത്രം ജീർണത ആ പ്രസ്ഥാനത്തിനുള്ളിൽ പ്രസ്ഥാനത്തിന്റെ ജീർണത എന്ന് തന്നെ കാണണമോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തി കൂടിയാണ് അവർ. അവർക്കതിന് അതിൻ്റെതായ ഫോറങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ അത് ഉന്നയിക്കുകയും പ്രശ്നപരിഹാരം തേടുകയും ചെയ്യാമായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വിഷയത്തോടുള്ള മുഴുവൻ സമീപനവും തെറ്റായിപ്പോയി എന്നല്ലേ സൂചിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞത് പ്രസ്ഥാനത്തിന്റെ ജീർണത എന്ന് പറയുന്നതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, അടിവരയിട്ട് പറയുന്നു. കാരണം അവർക്ക് പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്ന ഒരു സംഘടനയുണ്ടല്ലോ. ഒരു നിമിഷത്ത് നേരെ കൊണ്ട് അവർ പറഞ്ഞതാണ് എങ്കിലും അവർക്ക് വർഷങ്ങളായി രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടന നൽകിയ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഔട്ട്പുട്ട് ഇതാണ് എന്നുണ്ടെങ്കിൽ ആ സംഘടനയ്ക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത തരത്തിൽ സമൂഹത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന തരത്തിൽ മാന്യമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്നവരെ ഉൾപ്പെടെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകുന്നുവെങ്കിൽ തിരുത്തൽ എവിടെയാണ്? ഡോക്ടറെ തന്നെ ചികിത്സിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. എന്തായാലും ശരി തന്നെ ഒരു ജനപ്രതിനിധി കൂടി ആയിട്ടുള്ള വ്യക്തി, ആര് നടത്തിയാലും യോജിക്കാൻ സാധിക്കില്ല, ജനപ്രതിനിധി കൂടി ആയിട്ടുള്ള വ്യക്തി ഇങ്ങനെ പറയുകയും വലിയ കേഡർ പ്രസ്ഥാനം എന്നൊക്കെ അഭിമാനിക്കുന്ന CPM-ന്റെ നേതൃത്വം പറയുമ്പോഴേക്കും
അതിൽ യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഇതുവരെയും അവർക്ക് കണ്ടെത്താൻ സാധിക്കാതെ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ ജനപ്രതിനിധികളെ പോലും നിയന്ത്രിക്കുവാനും നിലയ്ക്ക് നിർത്തുവാനും ശേഷിയില്ലാത്ത തരത്തിലുള്ള ഒരു സംവിധാനമായി അത് മാറി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് അവിടെ മാത്രമല്ല, കേരളത്തിൽ പല സ്ഥലത്തും ഇരുമ്പ് മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം പ്രശ്നങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ നന്ദി ശ്രീ വി വി രാജേഷ് ഞങ്ങളോട് സഹകരിച്ചതിന്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല കൂടി ടെലിഫോൺ ലൈനിൽ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പ്രതിഭ MLA അവരുടെ നിലപാട് മാറ്റുന്നില്ല. പാർട്ടി വിശദീകരണം ചോദിച്ചതിന് ശേഷവും അവർ പറയുന്നത് താൻ ഉദ്ദേശിച്ചത് ചില മാധ്യമപ്രവർത്തകരെയാണ്, അവരെ ഉദ്ദേശിച്ച് പറഞ്ഞ ആ വാക്കുകളിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. അങ്ങനെ ചിലരെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിൽ അങ്ങനെ പറഞ്ഞു ന്യായീകരിക്കാൻ കഴിയുന്ന പരാമർശങ്ങളാണോ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്? ഒരിക്കലുമല്ല. ഇതിനകത്ത് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ലായിരുന്നു. ചിലരൊക്കെ അഴിമതിക്കാരാണെന്ന് പറയുമ്പോൾ അവരാരൊക്കെ എന്ന് പറയാനുള്ള ബാധ്യത ഒരാൾക്കുണ്ട്. അതുപോലെ തന്നെ ഇത്തരം പരാമർശങ്ങൾ പറയുമ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള പരാമർശം പോലും അല്ലത്. ഇത്തരത്തിലൊരു പരാമർശം പറയാൻ പാടില്ലായിരുന്നു. അത് DYFIയും അവരുടെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് തെരുവിലേക്ക് വന്നിട്ടുള്ളത്. അവിടെ DYFIക്ക് പറയാനുള്ളതും DYFIയോട് കൊമ്പ് കോർക്കുന്ന MLA സംബന്ധിച്ച് അത് അവർ തമ്മിലായിക്കോണം. അതിനപ്പുറത്തേക്ക് മാധ്യമപ്രവർത്തകരെയോ പൊതുപ്രവർത്തകരെയോ മറ്റാരെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരെയോ ചേർത്തുകൊണ്ട് ഇത്തരത്തിൽ പരാമർശം നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവരുടെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ അത് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ സ്വാഭാവികമായിട്ടും ശ്രീമതി ടീച്ചറും പിന്നെ AK ബാലനൊക്കെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ വേണമെങ്കിൽ അന്വേഷിക്കാവുന്നതുള്ളത് അവരുടെ അതിലേക്ക് തീർത്തോട്ടെ. കാരണം നമ്മൾ അതിനകത്ത് കക്ഷി ചേരാൻ പോയി അവർ തമ്മിൽ ഇന്ന് നാളെ ഒന്നിക്കാവുന്നേ ഉള്ളൂ. പാർട്ടിയുടെ ചരിത്രം അങ്ങനെയാണ്. അപ്പൊ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് മാധ്യമപ്രവർത്തകരോ മറ്റു പാർട്ടിയിൽപ്പെട്ടവരോ മറ്റു പൊതുജനങ്ങളോ ആരെ സംബന്ധിച്ചാലും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഉത്തരവാദിത്വപ്പെട്ട പാർട്ടി എന്ന നിലയിൽ CPM അത് ഇടപെട്ട് വേണ്ട രീതിയിൽ തീർക്കേണ്ടതാണ്. മാപ്പ് പറഞ്ഞ് തന്നെ അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷെ CPMന് ഇപ്പോൾ അതിനുള്ള ആർജവം ഉണ്ട് എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം CPM പറഞ്ഞാൽ CPMന്റെ ഇത്തരത്തിലുള്ള MLA-മാർ, പ്രതിഭയെ പോലുള്ള MLA-മാർ കേൾക്കുമെന്ന് വിശ്വസിക്കാനുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. കാരണം CPMന് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചാൽ പ്രതിഭ മറ്റു പല കാര്യങ്ങളും തിരിച്ചു ചോദിക്കേണ്ടി വരും. ഏതായാലും ജില്ലാ സെക്രട്ടറി അക്കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. തുടർ നടപടികൾ എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണല്ലോ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതിൽ ശബരിനാഥൻ MLA ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അത് യൂത്ത് കോൺഗ്രസ് അതിനെതിരെ രംഗത്ത് വന്നിരുന്നു. അങ്ങനെ ചില പ്രശ്നങ്ങൾ കോൺഗ്രസിനുള്ളിലും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശബരിനാഥൻ അതിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിലൊതുങ്ങുമോ ആ പ്രശ്നം? കോൺഗ്രസിലൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഭ്യന്തര പ്രശ്നവുമില്ല. ഈ പ്രതിഭാഹരിയെ സംബന്ധിച്ച് ഇപ്പൊ മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളോട് ആരും യോജിക്കുന്നില്ല. ശബരിനാഥനും യോജിക്കുന്നില്ല, കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും ആരും യോജിക്കുകയുമില്ല. അപ്പൊ അവരുടെ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുക തന്നെ വേണം. അവർ പരസ്യമായി മാപ്പ് പറയുക തന്നെ വേണം. അവര് ഈ നടത്തിയിട്ടുള്ള പരാമർശം പിൻവലിച്ച് ഏറ്റവും നേരത്തെ, എത്ര നേരത്തെ ആകുമോ അത്രയും നേരത്തെ പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണം. അല്ലാതെ ഇത്തരത്തിൽ അഴകുഴഞ്ഞ സമീപനം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. ശരി, വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഞങ്ങളോട് സഹകരിച്ചത്. വാർത്തകൾ തുടരുന്നു. ബാങ്കുകളിലും ATMകളിലും പോകാൻ കഴിയാത്തവർക്ക് പണം പോസ്റ്റ് ഓഫീസ് വഴി വീട്ടിലെത്തിക്കാൻ സൗകര്യം. പോസ്റ്റ് ഓഫീസ് വഴി പണം വീട്ടിലെത്തിക്കാൻ സർക്കാർ അനുമതി നൽകി. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചവർക്കാണ് സൗകര്യം ലഭ്യമാക്കുക. ബാങ്കുകളിലെ തിരക്ക് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കം. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, ഈ ലോക്ക്ഡൌണിലും തിരക്കുള്ള ഒരിടം ബാങ്കുകളാണ്. എങ്ങനെയാണ് ഈ പുതിയ സംവിധാനം പ്രവർത്തിക്കുക? നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ബാങ്കുകളിലെ തിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഇത് പോസ്റ്റ് മാസ്റ്റർ ജനറലുടെ ഒരു നിർദ്ദേശമായിരുന്നു ഇത്തരത്തിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളത്. അത് സർക്കാർ അതിന് ഇന്ന് അംഗീകാരം നൽകി എന്നുള്ളതാണ് ഇന്ന് ഈ തീരുമാനമായി പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ പ്രകാരം ഇനി മുതൽ പോസ്റ്റ് ഓഫീസ് സംവിധാനത്തിലൂടെ പോസ്റ്റ്മാൻ നേരിട്ട് പണം വീട്ടിലെത്തി കൈമാറുന്ന രീതിയാണ് ഉണ്ടാവുക. അതിന് മറ്റു ചില നിബന്ധനകൾ കൂടിയുണ്ട്. അതിലൊന്ന്, ഈ ആധാർ വഴി ബന്ധിതമായിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾക്ക് മാത്രമേ ഈ സൗകര്യം നൽകാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ അത് പോസ്റ്റ് ഓഫീസിനെ മുൻകൂറായി അറിയിക്കണമെന്ന നിർബന്ധവുമുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഈ സഹകരണ ബാങ്ക് അക്കൗണ്ടുകൾക്കൊന്നും ഈ സൗകര്യം ലഭ്യമാവില്ല. മറ്റ് ബാങ്കുകൾക്കായിരിക്കും ഈ സൗകര്യം ലഭ്യമാവുക. എന്തായാലും ഈ തീരുമാനം നടപ്പിലാവുന്നതോടുകൂടി വലിയ തരത്തിൽ ഒരു സൗകര്യം ബാങ്കുകളിലെ തിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. കാരണം നേരിട്ട് വീടുകളിലേക്ക് എത്തി പണം വിതരണം ചെയ്യുന്നതോടുകൂടി വീടുകളിൽ നിന്ന് ആൾക്കാർക്ക് പുറത്തു പോവാതെ തന്നെ പണം കൈകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ATMകളിലോ ബാങ്കുകളിലോ ഒന്നും ക്യൂ നിൽക്കാതെയോ ഒന്നും വീട്ടിന് പുറത്തിറങ്ങാതെ ഈ സൗകര്യം ലോക്ക്ഡൌൺ കാലത്തേക്ക് മാത്രമുള്ള ഒരു ആലോചനയല്ലേ? തീർച്ചയായും ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ക്രമീകരണം കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അത് കോവിഡിന്റെ നിയന്ത്രണമുള്ള സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. ആ നിയന്ത്രണത്തിന് അത്തരമൊരു നിർദ്ദേശത്തിനാണ് ഇപ്പോൾ സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്.
ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് കോവിഡ് ബാധിച്ചവരിലേറെയും യുവാക്കളെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കോവിഡ് രോഗികളിൽ കൂടുതലും 21നും 40നും ഇടയിൽ പ്രായമുള്ളവർ. രോഗബാധിതരിൽ 42% യുവാക്കളാണ്. 60 വയസ്സ് പിന്നിട്ട 17% പേർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്തവരും അവരുമായി സമ്പർക്കം പുലർത്തിയവരുമായ 22,000 ആളുകളെ ക്വാറന്റൈൻ ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. भारत में टोटल 2,902 पॉजिटिव केसेस पाए गए हैं. 601 पॉजिटिव एडिशनल केसेस पाए गए हैं. टोटल 68 डेथ रिपोर्ट हुई हैं, जिसमें से 12 डेथ यस्टरडे यानी कि कल रिपोर्ट हुई हैं. 183 पीपल हैव ऑल्सो रिकवर्ड और वो डिस्चार्ज हो चुके हैं. 9% केस जो हैं 0 से 20 साल की एज ग्रुप में हैं. 9% केसेस आर बिटवीन 0 to 20 years of age. 42% cases are between 21 to 40 years age. 33% cases are between 41 to 60 years of age and 17% cases are above 60 years. 58 critical cases और जिसमें से अधिकांश केसेस केरला, मध्य प्रदेश और दिल्ली जैसे राज्यों में, बाकी और राज्यों में भी क्रिटिकल केसेस हैं. രാഗേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാഗേഷ്, നമുക്ക് രാജ്യത്ത് രോഗം ബാധിച്ചവരിൽ കൂടുതലും വിദേശത്തു നിന്നും മറ്റും മടങ്ങിയെത്തിയവരും അവരോട് സമ്പർക്കം പുലർത്തിയവരുമാണ്. അതുകൊണ്ട് തന്നെ ഈ യുവാക്കളാണ് ഇതിൽ കൂടുതൽ പേർ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമുണ്ടോ? രേണുക, രാജ്യത്ത് കോവിഡ് രോഗികളിൽ കൂടുതലും 21നും 40നും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 42% പേരാണ് 21നും 40നും ഇടയിൽ പ്രായമുള്ളവർ. 20 വയസ്സിന് താഴെയുള്ളവർ 9% പേർ രോഗികളാണ്. ഒപ്പം തന്നെ 41നും 60 വയസ്സിനും പ്രായമുള്ള 33% പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 60ന് മുകളിൽ പ്രായമുള്ളവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് 17% എന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. രാജ്യത്ത് ഇതുവരെ ഏതാണ്ട് 3000-നടുത്ത് കേസുകളാണ്. ശരി, ഇടപെടുകയാണ് രാഗേഷ്. ഇപ്പോൾ ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അവരുടെ കുടുംബത്തിന് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ വെള്ളക്കാടുകാർക്കും 15 കിലോ ഒരു കുടുംബത്തിന് കിട്ടും. നീലക്കാടുകാർക്കും 7 താഴെ കുടുംബങ്ങളുള്ളവർക്ക് 15 കിലോ കിട്ടും. നീലക്കാടുകാർക്ക് 8 പേരുള്ള കുടുംബമാണെങ്കിൽ അവർക്ക് സാധാരണഗതിയിൽ 16 കിലോ കിട്ടേണ്ടതാണ്. അതിപ്പോഴും 16 കിലോ നമ്മൾ ഉറപ്പായി നൽകും. എന്നാൽ അതിന് താഴെയുള്ള നമ്പറുള്ള കുടുംബമാണെങ്കിൽ അവർക്കും 15 കിലോ ഉറപ്പാക്കി. അങ്ങനെ ഏറ്റവും കുറച്ച് ധാന്യം ലഭിച്ചിരുന്നവർ കൂടി നല്ലൊരളവിൽ ധാന്യം കിട്ടാനുള്ള തീരുമാനമാണ് സംസ്ഥാന ഗവൺമെൻറ് എടുത്തത്. അതേക്കുറിച്ച് ചർച്ച നടക്കുന്നത് കൊണ്ടാണ് ഞാനത് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പ്രത്യേക പാക്കേജ് പ്രകാരം NFSAയിലെ AAY മുൻഗണനാ പട്ടിക AAYയും പ്രയോറിറ്റി കുടുംബത്തിലെയും ആളുകൾക്ക് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് എന്ന അടിസ്ഥാനത്തിൽ 5 കിലോ ധാന്യം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ആ ധാന്യം 3 മാസക്കാലത്തേക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ മാസം 20 മുതൽ ആ ധാന്യം കൂടി കൊടുത്തു തുടങ്ങും. അപ്പോൾ പ്രയോറിറ്റി കാർഡിലെ ഒരംഗത്തിന് ഇവിടെ 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ലഭിച്ചിരുന്നതെങ്കിൽ അതവർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 20-ാം തീയതിക്ക് ശേഷം 5 കിലോ ധാന്യം കൂടി വാങ്ങാനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ റേഷൻ കട വഴി അതിൻ്റെ വിതരണവും 20-ാം തീയതിക്ക് ശേഷം നടക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വിതരണം 4 ദിവസം കൊണ്ട് 63.37%, കുറച്ചുകൂടി കൂടാനാണ് സാധ്യത. ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ നോക്കി കണ്ട ഒരു വിവരമാണിത്. കുറച്ചുകൂടി കൂടാനാണ് സാധ്യത. 5 മണിക്ക് കട അടയ്ക്കണമെന്ന് പറഞ്ഞാലും വന്ന് ആരെങ്കിലും നിൽക്കുന്നുവെങ്കിൽ അവർ കൂടി കൊടുക്കാതെ കട അടക്കില്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം കടകളും ആക്റ്റീവാണ് ഇപ്പോഴും. അവർ നല്ലവണ്ണം ആത്മാർത്ഥമായി ഏതാണ്ട് സമർപ്പിതമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, നമ്മുടെ സംസ്ഥാനത്ത് ഇത്ര ഭംഗിയായി നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ വിതരണം സാധ്യമാക്കിയതിൽ നമ്മുടെ ചുമട്ടുതൊഴിലാളികൾ, അത് FCI ഗോഡൌണിലെയും NFSA ഗോഡൌണിലെയും ചുമട്ടുതൊഴിലാളികൾ വളരെ പ്രധാനപ്പെട്ട ഏതാണ്ട് ആത്മാർപ്പണം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇത് ലോറിയിൽ കയറ്റി അട്ടിവെച്ച് കൊടുത്താൽ അതുകൊണ്ട് പോകേണ്ട വാഹനത്തിൻ്റെ ഡ്രൈവർമാർ, ജീവനക്കാർ, അൺലോഡിംഗ് തൊഴിലാളികൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർ, അത് DSO മുതൽ ഇങ്ങോട്ട് എല്ലാവരും, DSO മുതലല്ല
ഡയറക്ടർ മുതൽ ഇങ്ങോട്ട് താഴെ RIമാരുൾപ്പെടെ എല്ലാവരും ഈ ആഴ്ച ഏതാണ്ട് ഫീൽഡിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് വീട്ടിൽ പോകാതെ റേഷൻ ഭക്ഷ്യവിതരണം സർവകാല റെക്കോർഡാണ് എന്നാണ് മുഖ്യമന്ത്രി പി തിലോത്തമൻ പറയുന്നത്. 1.25 ലക്ഷം പേർക്ക് ഇന്ന് ഭക്ഷ്യധാന്യം വിതരണം ചെയ്തു എന്നും അദ്ദേഹം പറയുന്നു. എറണാകുളം കലൂരിൽ ഐസൊലേഷനിൽ കഴിഞ്ഞ ഒരാൾക്ക് കൊറോണ പോസിറ്റീവായതായി സൂചന. ഗൾഫിൽ നിന്നെത്തിയ ഇയാൾ താമസിച്ച വീടും പരിസര പ്രദേശങ്ങളും ഫയർഫോഴ്സ് അണുവിമുക്തമാക്കി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ശ്രീനാഥ് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, ഇയാളുടെ സഞ്ചാരത്തെക്കുറിച്ചും മറ്റും ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? ഇതിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം എപ്പോഴുണ്ടാകും? ഷാർജയിൽ നിന്നെത്തിയ ഒരാൾ അയാൾക്ക് കൊറോണ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അയാൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം നേരെ കലൂരിലുള്ള സുഹൃത്തിന്റെ വീട്ടിലാണ് ഒരു ദിവസം തങ്ങിയത്. ഇയാൾ 22-ാം തീയതിയാണ് കലൂരിലുള്ള ഇദ്ദേഹത്തിന് സുഹൃത്തിന്റെ വീട്ടിൽ തങ്ങിയത്. അവിടെ നിന്നും 23-ാം തീയതി ഇയാൾ തിരുവല്ലയിലേക്ക് പോയി. തിരുവല്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇയാൾ സന്ദർശിക്കുകയും ചെയ്തു. തിരുവല്ല, കുളനട, മുളക്കുഴ തുടങ്ങി പന്തളം തുടങ്ങി വിവിധ സ്ഥലങ്ങൾ, പത്തനംതിട്ടയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇദ്ദേഹം സന്ദർശിച്ചു. 1-ാം തീയതി ഇദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു. ഏതായാലും ഇയാൾ ഗൾഫിൽ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാളോടൊപ്പം കഴിഞ്ഞിരുന്ന ഒരാൾക്ക് കൊറോണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ ഇയാൾ പരിശോധന നടത്തിയിരുന്നു. പക്ഷെ പനിയോ മറ്റ് അസുഖങ്ങളോ ഒന്നും തോന്നാത്തതിനാൽ അയാൾ യാത്ര തുടരുകയായിരുന്നു. പക്ഷേ ഇയാൾ ഇവിടെ താമസിച്ചിരുന്ന വീടും പരിസരവും ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി അണുമുക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെയുള്ള പ്രദേശത്തുള്ളവർക്ക് വലിയ തോതിലുള്ള ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഫയർഫോഴ്സ് എത്തി വിവരങ്ങൾ നൽകിയത്. കോവിഡ് വ്യാപനം അറിയാനുള്ള റാപ്പിഡ് ടെസ്റ്റ് സംസ്ഥാനത്ത് തുടങ്ങി. തിരുവനന്തപുരത്തെ കോവിഡ് നിരീക്ഷണ കേന്ദ്രത്തിലും പോത്തൻകോട്ടുമാണ് ആദ്യ ദിവസം പരിശോധന. 1000 ടെസ്റ്റ് കിറ്റുകളാണ് ആദ്യഘട്ടത്തിലെത്തിയത്. നിർദ്ദേശങ്ങൾ ലംഘിച്ച് കൊച്ചിയിൽ പ്രഭാത സവാരിക്കിറങ്ങിയ 41 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യത്ത് ആദ്യമായി കോവിഡ് സ്ഥിരീകരിക്കാൻ റാപ്പിഡ് ടെസ്റ്റ് നടത്തുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ്. രക്തത്തിലുള്ള ആന്റിബോഡികൾ അതിവേഗം കണ്ടെത്തി വൈറസ് സാധ്യത തിരിച്ചറിയാം എന്നതാണ് റാപ്പിഡ് ടെസ്റ്റിന്റെ നേട്ടം. കോവിഡ് സ്ഥിരീകരിക്കാൻ PCR ടെസ്റ്റാണ് നിലവിൽ നടത്തുന്നത്. ആധികാരികമായ ഈ ടെസ്റ്റിന്റെ ഫലം ലഭിക്കാൻ വൈകുമെന്നതും ചെലവേറെയുണ്ട് എന്നതുമാണ് പ്രതിസന്ധി. രാജ്യത്താകെ 1.5 ലക്ഷം ടെസ്റ്റ് കിറ്റുകൾ മാത്രമേയുള്ളൂ എന്നതും വെല്ലുവിളിയാണ്. തിരുവനന്തപുരം IMGയിലെ കോവിഡ് കെയർ സെന്ററിൽ കഴിയുന്ന 100ഓളം പേരിലാണ് ആദ്യ പരിശോധന നടത്തുന്നത്. പോത്തൻകോടും പരിശോധനയുണ്ടാകും. പോത്തൻകോടുകാരനുമായിട്ട് ഏതെങ്കിലും രൂപത്തിൽ ബന്ധമുള്ളവരായിട്ടുള്ള, വിശേഷിച്ച ജുമാ മസ്ജിദിൽ നമസ്കാരത്തിന് വന്ന ആളുകളെയാണ് ഇനി കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അപ്പം അവരെ കണ്ടെത്തി അവരുടെ കൂടെ പരിശോധന റാപ്പിഡ് ടെസ്റ്റ് മുഖാന്തരം നടത്തണമെന്നാണ് കരുതുന്നത്. 1000 റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകളാണ് എത്തിയത്. 2000 കിറ്റ് കൂടി നാളെ എത്തും. ശശി തരൂർ MPയുടെ ഫണ്ടിൽ നിന്നാണ് ആദ്യഘട്ടത്തിലേക്കുള്ള കിറ്റുകൾ എത്തിച്ചത്. അതേസമയം ലോക്ഡൌണുമായി ബന്ധപ്പെട്ട പോലീസ് പരിശോധനയും കർശനമാക്കി. എറണാകുളം പനമ്പള്ളി നഗറിൽ പ്രഭാത സവാരിക്കിറങ്ങിയ 41 പേർക്കെതിരെ കേസെടുത്തു. തേവര പോലീസാണ് 2 സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത്. കാസർഗോഡ് വിലക്ക് ലംഘിച്ച് ജുമാ നമസ്കാരം നടത്തിയ 2 പേരും അറസ്റ്റിലായി. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ റേഷൻ വിതരണം മുടങ്ങിയെന്ന പരാതി. കായണ്ണ പഞ്ചായത്തിലെ 5 റേഷൻ കടകളിലും ഇന്നലെ മുതൽ അരിയും മറ്റ് സാധനങ്ങളും സ്റ്റോക്കില്ല. സാധനങ്ങൾ ഇന്ന് എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും എത്തിയില്ലെന്ന് ജനപ്രതിനിധികൾ പറയും. ഈ പ്രദേശത്തുള്ള ആളുകൾ മറ്റ് അടുത്ത പഞ്ചായത്തുകളിൽ റേഷൻ വാങ്ങാൻ വേണ്ടി പോയി നോക്കിയിരുന്നു. അവിടെ പോലും അരിയില്ലാത്തൊരവസ്ഥയാണുള്ളത്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പോലും അരി കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്ത് അരിയും മറ്റ് സാധനങ്ങളും പട്ടിണിയിലേക്ക് ആളുകൾ പോകുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പല വീടുകളിലും അരിയും മറ്റ് പലവ്യഞ്ജനങ്ങളും ഇല്ലാത്ത പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിൽ ഉടനെ തന്നെ ഗവൺമെന്റ് വേണ്ട നടപടികൾ സ്വീകരിക്കണം. അശ്വിൻ വല്ലത്ത് വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, റെക്കോർഡ് വിതരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതെന്നാണ് ഭക്ഷ്യമന്ത്രി ഇപ്പോൾ വിശദീകരിക്കുന്നത്. അപ്പോൾ പോലും കിട്ടാത്ത ഇടങ്ങളുമുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം? ഒരുപക്ഷെ റെക്കോർഡ് വിതരണം തന്നെയായിരിക്കും റേഷൻ വിതരണത്തിലെ പ്രതിസന്ധികൾക്ക് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സാധാരണ ഇല്ലാത്തതുപോലെ റേഷൻ വാങ്ങിയിരുന്നു. പക്ഷേ
ഇന്നലെ ത്തോടുകൂടി ഇദ്ദേഹം കായണ്ണ പഞ്ചായത്തിലെ 13-ാം വാർഡിലെ മെമ്പറാണ് സൈനാർ CP എന്നയാൾ. അദ്ദേഹം പറയുന്നത് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ കായണ്ണ പഞ്ചായത്തിലെ 5 റേഷൻ കടകളിലും ഈ റേഷൻ സാമഗ്രികൾ അരിയും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ തീർന്നിരുന്നു. ഇന്നെത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇന്ന് ഉച്ച കഴിയുന്നതുവരെയും എത്തിയിട്ടില്ല. ഈ സമയമാവുന്നതുവരെയും അരിയും സാധനങ്ങളും അവിടെയുള്ള റേഷൻ കടകളിൽ എത്തിയിട്ടില്ല എന്നാണ് ഈ ഗ്രാമപഞ്ചായത്ത് അംഗം തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരുപക്ഷെ നാളെ കൂടി എത്തിയില്ലെങ്കിൽ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം കായണ്ണ ഒരു മലയോര ഗ്രാമമാണ്. അവിടെ ആളുകൾ ദിവസക്കൂലിക്കാരായിട്ടുള്ള ആളുകളാണ് കൂടുതലുള്ളത്. അവർ എല്ലാ റേഷൻ കടകളിലും അശ്വിൻ വെള്ളത്താണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം നാളെ ലൈറ്റുകൾ അണയ്ക്കുമ്പോഴുള്ള പ്രതിസന്ധി നേരിടാൻ കേരളം ജലവൈദ്യുതി പദ്ധതിയിലെ ഉൽപാദനം നിർത്തിവെക്കും. അമിത വൈദ്യുത പ്രവാഹം മൂലം ഗ്രിഡുകൾ തകരാറിലാകുന്നത് തടയാനാണ് നിയന്ത്രണം. വീട്ടുപകരണങ്ങളോ തെരുവ് വിളക്കുകളോ നാളെ ഈ സമയത്ത് ഓഫ് ചെയ്യരുതെന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയവും നിർദ്ദേശിച്ചു.